ആർക്കൊക്കെയാണ് ഓണക്കോടി വേണ്ടത്? അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഗീവ് അവേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു ഗീവ് അവേ അല്ല കേട്ടോ. ഗീവ് അവേ നമുക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായി, അന്നേരം നമുക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ. സാധനമല്ല, ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ച്, ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി തൽക്കാലം എനിക്കില്ല. അപ്പോൾ നമുക്ക് 10 വയസ്സിന് താഴോട്ടുള്ള ഒരു 5 കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഓണക്കോടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ ആരായാലും പ്രശ്നമില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോ അങ്ങനെ ആരെങ്കിലും ഈ എന്താ പറയുക, ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഓണക്കോടി എടുക്കാൻ തീരെ നിവൃത്തിയില്ലാത്ത അസുഖം ബാധിച്ചവരോ, മക്കൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റാതെ അസുഖം ബാധിച്ചവരോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. 5 പേർക്ക് കൊടുക്കാനുള്ളതുള്ളൂ കേട്ടോ. ഉള്ളൂ എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള സാമ്പത്തിക സ്ഥിതി തൽക്കാലം എനിക്കുള്ളൂ. അപ്പോൾ 5 നമുക്ക് 10 വയസ്സിന് താഴോട്ടുള്ള 5 കുഞ്ഞു മക്കൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ഇടണം. അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവരുടെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് കൊടുക്കാം കേട്ടോ. കൂടുതൽ പേർക്ക് കൊടുക്കാൻ ഉള്ള സാമ്പത്തികം എനിക്കുമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ 5 പേർക്ക് നമുക്ക് ഓണക്കോടി കൊടുക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം ഓണക്കോടി എടുക്കുന്നില്ല. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ വലിയ ആളാവാനൊന്നും അല്ല കേട്ടോ. നമുക്കിപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ നമുക്ക് കൊറിയറായിട്ട് കിട്ടി. അപ്പോൾ അത്യാവശ്യം എനിക്കും അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഉള്ളത് കിട്ടി. ഇനിയിപ്പോൾ അച്ഛനെടുക്കണം, കണ്ണനെടുക്കണം, അവർക്ക് രണ്ടും കിട്ടിയിട്ടില്ല. എനിക്കും അമ്മയ്ക്കും പിള്ളേർക്കും ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അങ്ങനെ എടുത്ത് കാശുകളുണ്ട, ഇല്ലാത്തവർക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കിങ്ങനെ ഡ്രസ്സുകൾ കൊറിയർ വന്നപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സങ്കടം പറഞ്ഞു, ചേച്ചി അതിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് തരുമോ, എനിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ മോക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. പക്ഷേ അന്ന് ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് സ്നേഹത്തോടും കൂടി ഒരാൾ തരുന്ന സാധനം നമ്മൾ ഒരിക്കലും ഗീവ് അവേ ആയിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ സ്നേഹിച്ചിട്ട് അത്രയും അതോടുകൂടി നമുക്ക് തരുന്നൊരു സാധനം നമ്മൾ വേറൊരാൾക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തന്ന ഒരാളിന് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാണ് അന്ന് അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണക്കോടി വാങ്ങിക്കാൻ സാമ്പത്തികം ഉള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കരുത്, അല്ലെങ്കിൽ കമൻറ്റ് ഇടരുത്. അങ്ങനെ ഇല്ലാത്തവരുടെ കയ്യിലേക്ക് എത്തട്ടെ ഈ 5 ഓണക്കോടി ഇപ്രാവശ്യത്തെ. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.